Hello everyone, welcome to Shastra Technical Institute. PWD Engineering Assistant Electronics. നമുക്ക് വരാൻ പോകുന്ന ഒരു അപ്കമിങ് നോട്ടിഫിക്കേഷനാണ് PWD Engineering Assistant Electronics. സോ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ വാലിഡിറ്റി ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ആ ലിസ്റ്റിൻ്റെ. അപ്പോൾ മാക്സിമം ഈ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആകുമ്പോഴേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. എന്താണ് PWD Engineering Assistant Electronicsൻ്റെ ക്വാളിഫിക്കേഷൻ? സോ നമ്മുടെ പ്രീവിയസ് സർക്കുലർ പ്രകാരം അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിപ്ലോമ ഓർ ബിടെക് ആണ്. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്, ഇലക്ട്രോണിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ സബ് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അത് ഏത് കഴിഞ്ഞ ഒരാൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ബിടെക് മാത്രമല്ല ഡിപ്ലോമ ഹോൾഡേഴ്സിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസ് നിങ്ങളൊന്ന് പ്രീവിയസ് സിലബസ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു 75% കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സിലബസിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ഞാൻ പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് സിലബസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 25 മാർക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആണ്. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പാസീവ് കോമ്പണൻസ് തൊട്ടിട്ട് ഡയോഡ്, ട്രാൻസിസ്റ്റർ, പവർ ഇലക്ട്രോണിക് കോമ്പണൻസ്, ഒപ്പാമ്പ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് വരുന്നത്. 25 മാർക്ക്. ബാക്കി വരുന്ന 25 മാർക്ക് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ, AM, FM, PM, അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, പൾസ് ആംപ്ലിറ്റ്യൂഡ്, പൾസ് വിഡ്ത്ത്, പൾസ് പൊസിഷൻ, QPSK, BPSK, അങ്ങനെ എല്ലാ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെനാരിയോസ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഈ എല്ലാ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസുമാണ് ഈ സിലബസിൽ വരുന്നത്. അതുപോലെ തന്നെ 25 മാർക്കിന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ സിലബസിൻ്റെ. 25 മാർക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി മാത്രം റിസർവ്ഡ് ആണ്. റിമൈനിങ് ആയിട്ടുള്ള 25 മാർക്ക് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്, സെല്ലുലാർ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മുടെ ഈ ഒരു ലെവൽ എക്സാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറച്ച് സിലബസ് വരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റിനെയാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മൈക്രോ കൺട്രോളർ പാർട്ട് ഇല്ല, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇല്ല, അല്ലേ? അങ്ങനെ കുറേ കോർ സബ്ജക്റ്റുകൾ നമ്മുടെ സിലബസിലില്ല. 75% കമ്മ്യൂണിക്കേഷനും 25% സർക്യൂട്ട് സബ്ജക്റ്റുമാണ് നമ്മളിതിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ് ആണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ട്രിപ്പിൾ സ്റ്റുഡൻസും എലിജിബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ സിലബസ് ഔട്ട്ലൈനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ എന്തുകൊണ്ടാണ് ശാസ്ത്രയിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നടന്ന PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഓൺലൈൻ ബാച്ച് ശാസ്ത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 6 to 7 months കോച്ചിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അത്രയും ബ്രീഫായിട്ടുള്ളൊരു കോച്ചിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ബേസിൽ നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലും പ്രിപ്പയർ ചെയ്തിരുന്നു. ഈ 100 മാർക്ക് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് സിലബസ് എന്ന്. ഈ 100 മാർക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വരുന്ന രീതിയിലുള്ള ഒരു ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫുൾ MCQസും നോട്ട്സും എല്ലാം വരുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2021 നടന്ന എക്സാമിൽ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് അഡ്വൈസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൊത്തം ലിസ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് റാങ്ക്, മെയിൻ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ശാസ്ത്രയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു അശ്വനി. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഫസ്റ്റ് അഡ്വൈസ് തന്നെ വന്നു. ടോട്ടൽ വന്നിരിക്കുന്ന മാർക്ക് 83.67 ആണ്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ 3ാം റാങ്കും ശാസ്ത്രയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. മറിയമ്പിക്കായിരുന്നു 3ാം റാങ്ക്. മറിയമ്പിയുടെ മാർക്ക് 83 ആയിരുന്നു. 83.67 ആയിരുന്നു അശ്വനിക്ക്, 83 ആണ് മറിയമ്പിയുടെ മാർക്ക്. അതുപോലെ തന്നെ റാങ്ക് 5 ടിറ്റു ഫ്രാൻസിസ്, അതും ശാസ്ത്രയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. റാങ്ക് 6 ടോബിൻ. അതുപോലെ തന്നെ
റാങ്ക് 7 രാജി MP. ഇതൊക്കെ മെയിൻ ലിസ്റ്റിൽ വന്ന സ്റ്റുഡൻസ് ആണ്. ഇവരെല്ലാവരും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രയുടെ മെറ്റീരിയൽ മാത്രം വെച്ചാണ് അവർ പഠിച്ചിരിക്കുന്നത്. അവരെല്ലാവരും മെയിൻ ലിസ്റ്റിലും വന്നു. അതുപോലെ തന്നെ അവർ അപ്പോയിൻമെൻറ്റും വന്നു. അതിനുശേഷം 16ാം റാങ്ക് നിഷാന M. അതുപോലെ തന്നെ 17ാം റാങ്ക് ഷംന, 18ാം റാങ്ക് സലു കൃഷ്ണ, 19ാം റാങ്ക് റഹീദ. സെയിം റിസർവേഷൻ കാറ്റഗറിയിൽ 1ാം റാങ്ക് അഖിൽ പിക്കും ഫസ്റ്റ് തന്നെ അഡ്വൈസ് വന്ന ആളാണ്. അഖിലും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ശാസ്ത്രയിൽ നിന്ന് മാത്രം, ശാസ്ത്രയുടെ മെറ്റീരിയൽസ് വെച്ച് മാത്രം പഠിച്ച് ജോലിക്ക് കയറിയ കുട്ടികളാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിക്കും. നമ്മൾ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് ഈ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റ്, എന്താണ് അതിൻ്റെ നമ്മുടെ ജോലി എങ്ങനെയായിരിക്കും, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഡിസ്കഷനായിട്ട് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ PWD ഇലക്ട്രോണിക്സിൻ്റെ വേരിയസ് സെക്ഷനിലും സബ് ഡിവിഷനിലും അതുപോലെ തന്നെ ഡിവിഷൻസിലും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസിനെ നിയമിക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഹൈക്കോർട്ട് അതുപോലെ തന്നെ നിയമസഭയിലൊക്കെ സ്പെഷ്യൽ പോസ്റ്റിങ്ങും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഇനിയും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടിയാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. അപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ ബാച്ച് ശാസ്ത്രം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജനുവരി 1 തൊട്ടാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുകയാണ് ഇതിൻ്റെ കോച്ചിങ്. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഇപ്പം തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. വളരെ സ്ലോ ആയിട്ട് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ക്രാഷ് ബാച്ചിൻ്റെ സമയത്തേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് ഇതിൽ ഓരോ പാർട്ടും നമുക്ക് പഠിച്ചു തുടങ്ങാം. എസ്പെഷ്യലി ഇതിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളെ സാറ്റലൈറ്റിൻ്റെ കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തിരിക്കുന്ന ബുക്ക്ലെറ്റിൽ 25 ക്വസ്റ്റ്യൻസും നമ്മുടെ ബുക്ക്ലെറ്റിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ബുക്ക്ലെറ്റ് നമുക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ബുക്ക്ലെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ജനുവരി 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ തുടക്കം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റണം. ഈ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിന് പുറമെ നമ്മൾ അഡീഷണലി കുറേ പുതിയ കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റീസെൻ്റ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. എല്ലാവരുടെയും ഒരു ഡ്രീം പോസ്റ്റ് ആയിരിക്കും ലെക്ചറർ എന്ന് പറയുന്നത്, പോളിടെക്നിക് ലെക്ചറർ. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി 2025 തീരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മെക്കും സിവിലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എല്ലാം സിലബസിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ പോളിടെക്നിക് ലെക്ചറിന് പുറമെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഫെബ്രുവരി 18 എക്സാം വരുന്ന ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ, നിങ്ങൾക്കറിയാം അടിമുടി സിലബസിൽ മാറ്റം വന്നുകൊണ്ടാണ് IEO നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണ് പുതിയ സിലബസ് പ്രകാരം ഉള്ളൂ. പണ്ട് മെക്കും സിവിലും കമ്പ്യൂട്ടർ എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് PSC ഫ്രഷ് ആയിട്ടുള്ള ഒരു സിലബസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് സിലബസിൻ്റെ ബേസിലുള്ള ക്ലാസ്സസ് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസറിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്, നമ്മളിപ്പോൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഹയർ പോസ്റ്റാണ് AEPWD, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സ്. ഇത് നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോച്ചിങ് നമുക്ക് പണ്ടത്തെ സിലബസ് പ്രകാരം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലബസ് ആയിരുന്നു. കുറേ ഇലക്ട്രിക്കൽ എല്ലാം വരുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആയിരുന്നു പണ്ട് ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AEPWD നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ AEPWDക്ക് പുറമെ നമുക്ക് ഇനി നെക്സ്റ്റ് മന്ത് എക്സാം വരാൻ പോകുന്ന ഒരു പോസ്റ്റാണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ഡൊമസ്റ്റിക് അപ്ലയൻസസും അതുപോലെ തന്നെ കുറച്ച് കൺസ്യൂമർ പാർട്ടെല്ലാം വരുന്ന രീതിയിലുള്ളൊരു സിലബസ് ആണ് ഇതിൻ്റെ. ബാക്കി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, ബാക്കിയുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് പോലെയല്ല, സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോച്ചിങ്ങും ശാസ്ത്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക്ലെറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോംബോ ആയിട്ടും കോഴ്സുകൾ എടുക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം, നമുക്ക് ലേറ്റ് ആക്കണ്ട. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ലെക്ചർ ആണെങ്കിലും
IU ആണെങ്കിലും നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.